ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സെക്ഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ കസ്റ്റം കസ്റ്റം കോമ്പോണന്റിനകത്ത് നമ്മൾ എങ്ങനെ പാസ് ചെയ്യുന്നത് നമ്മൾ നോക്കിയായിരുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടാബ് ബട്ടൺ ഉണ്ട്. ഓക്കെ, സോ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഡൈനാമിക് കണ്ടന്റ് ഇവിടുത്തെ കണ്ടന്റ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ മാറണം. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാല് ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യാന്ന് വിചാരിച്ചു. var text content equal to പറയുന്നത് പ്ലീസ് ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് കണ്ടന്റ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ഓൺ സെലക്ട് ഹെഡർ, നമ്മുടെ ഇത് ബട്ടൺ ക്ലിക്കിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ബട്ടൺ നെയിം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബട്ടൺ നെയിം വേണം നമുക്ക് കാണിക്കാനായിട്ട്. ഇവിടെ ഞാൻ ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു ഞാൻ ഇവിടെ ബട്ടൺ നെയിം തന്നെ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ ഈ അലർട്ട് ഞാൻ മാറ്റിയിട്ട് ഞാൻ ഇവിടെ ലോഗ് ചെയ്യാം. console.log കൊടുത്തിട്ട് ഇവിടുത്തെ മാറ്റി, എന്നിട്ട് ഈ ഡൈനാമിക് കണ്ടന്റ് മാറ്റിയിട്ട് ഞാൻ മറ്റേ എന്റെ വേരിയബിൾ കൊണ്ടുവരും. സോ വേരിയബിൾ കൊണ്ടുവരാനായിട്ട് രണ്ട് കേർലി ബ്രേസിനകത്ത് നമ്മുടെ ഇതിനകത്ത് ഇടണം ടെക്സ്റ്റ്, നമ്മുടെ വേരിയബിൾ. ഓക്കെ, ടെക്സ്റ്റ് കണ്ടന്റ്. ഇനി നമുക്കിത് സേവ് ചെയ്തിട്ട് സെർവർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യൽ വാല്യൂ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വാല്യൂ മാറണം. ഓക്കെ, സോ നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് മാറുന്നില്ല. പക്ഷെ നമ്മൾ ലോഗിലെടുത്ത് നോക്കുകയാണെങ്കിൽ JSX ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ JSX വരുന്നുണ്ട്, പ്രോപ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്സ് വരുന്നുണ്ട്, കോമ്പോണൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോമ്പോണൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ വാല്യൂ ആണ് ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ ഇത് വന്നിട്ടില്ല. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു കോമ്പോണന്റ് ഫസ്റ്റ് ടൈം മാത്രമേ റെൻഡർ ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് ടൈം റെൻഡർ ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കണ്ടന്റിനകത്തുള്ള വേരിയബിളിന്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് പ്ലീസ് ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ, ഈ ഒരു സ്ട്രിങ് ആണ്. സോ ഈ സ്ട്രിങ് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്, അത് ഓക്കെ ആണ്. പക്ഷെ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ഒറ്റ തവണ ഇത് റെൻഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ആക്ച്വലി ഇത് എത്ര ക്ലിക്ക് ചെയ്താലും ഇവിടെ മാറത്തില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലോഗ് ഇട്ടു, console.log app component executing. അതുപോലെ തന്നെ ഞാനിവിടെ ടാബ് ബട്ടണിനും ഇവിടെ സെയിം അത് തന്നെ കൊടുക്കാം. ഇവിടെ ടാബ് ബട്ടൺ. അപ്പൊ ഞാൻ ഫയല് മൊത്തം രണ്ടും സേവ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മളിവിടെ നോക്കിയാല് ആപ്പ് കോമ്പോണന്റ് എക്സിക്യൂട്ടിങ്, ടാബ് ബട്ടൺ എക്സിക്യൂട്ടിങ്, അപ്പോൾ ഒറ്റ തവണ ലോഗ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ മാറുന്നില്ല. സോ ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്യത്തില്ല, കാരണം ഇത് ഒറ്റ തവണ ഇത് ആപ്പ് കോമ്പോണന്റും ഈ ഒരു കോമ്പോണന്റും വൺ ടൈം മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ ഒരു ടൈപ്പ് നമ്മളിവിടെ യൂസ് ചെയ്യും. അതാണ് യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന റിയാക്ട് ഹുക്ക് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു
മെത്തേഡാണ് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. റിയാക്ട് യൂസ് സ്റ്റേറ്റ് ഹൂക്ക്. ഇത് റിയാക്ട് ഹൂക്കിന്റെ ഒരു മെത്തേഡാണ് യൂസ് സ്റ്റേറ്റ്. ഇങ്ങനെ പല ഹൂക്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് യൂസ് സ്റ്റേറ്റ് ആണ്. സോ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ allows us to track state in a function component. ഓക്കെ, അപ്പൊ ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, അപ്പൊ ഫംഗ്ഷൻ കമ്പോണന്റിനകത്ത് സ്റ്റേറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. സോ യൂസ് സ്റ്റേറ്റ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇമ്പോർട്ട് യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ യൂസ് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത എന്ന് പറഞ്ഞാല് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഇനിഷ്യലൈസ് ചെയ്യും. യൂസ് സ്റ്റേറ്റ് ഇനിഷ്യലൈസ് എന്ന് പറഞ്ഞാൽ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ യൂസ് സ്റ്റേറ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഫംഗ്ഷൻ കോമ്പോണന്റ്, അതായത് നിങ്ങളുടെ മെയിൻ കോമ്പോണന്റ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ മെയിൻ കോമ്പോണന്റ് എന്ന് പറയുന്നത് ഹെഡർ ആണ്. ഈ ഹെഡറിന്റെ തൊട്ട് താഴെയാണ് നമ്മളിവിടെ യൂസ് സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ വിളിക്കുന്നത്. നമ്മൾ ഈ യൂസ് സ്റ്റേറ്റ് ഈ കോമ്പോണന്റ് ഫംഗ്ഷനകത്ത് ഇതിനകത്തുള്ള ഫംഗ്ഷന് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇഫ് കോമ്പോണന്റിനകത്തും ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ഫോർ ലൂപ്പിൽ അതിലൊന്നും ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. യൂസ് സ്റ്റേറ്റ് എപ്പോഴും നമ്മൾ മെയിൻ കോമ്പോണന്റ്, അതായത് ഈ ഹെഡർ കോമ്പോണന്റ്, ഇവിടെ ഹെഡർ കോമ്പോണന്റ് ആണ്. സോ ഇതൊരു മെയിൻ കോമ്പോണന്റ് ആണ്. ഈ മെയിൻ കോമ്പോണന്റിന്റെ താഴെ വേണം യൂസ് സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഇനിഷ്യൽ സ്റ്റേറ്റ് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ രണ്ട് വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഒന്ന് കറണ്ട് സ്റ്റേറ്റ്, മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആണ്. അത് നമ്മുടെ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റ് ഇവിടെ കളർ ഉണ്ട്, സെറ്റ് കളർ ഉണ്ട്. സോ ഇവിടെ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ ഞാനിപ്പോ സപ്പോസ് ഇവിടെ കൊടുക്കാന്ന് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഇത് മാറ്റിയിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാല് ഈ യൂസ് സ്റ്റേറ്റിന്റെ അകത്ത് നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ ഒരു വാല്യൂ കൊടുക്കും. അതായത് ഇപ്പൊ ഈ ഒരു ഇനിഷ്യൽ വാല്യൂ ഇല്ലേ, അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുക്കാം. ഓക്കെ, ഈ ഇനിഷ്യൽ വാല്യൂ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യും. സോ ഈ പ്ലീസ് ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കളറിന്റെ ആണ്, കളർ എന്ന് പറഞ്ഞത് ഈ കളറിന്റെ ആണ് ഇതിന്റെ ഇനിഷ്യൽ വാല്യൂ. ഓക്കെ, ഫസ്റ്റ് വേരിയബിൾ എന്താണോ അതാണ് നമ്മുടെ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ കളർ മാറ്റിയിട്ട് ഇവിടെ ടെക്സ്റ്റ് കളറാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് കണ്ടന്റ് ഇത് വേണ്ട, ഞാനിവിടെ സെറ്റ് ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. അപ്പൊ ഇവിടെ എനിക്കിത് വേണ്ട. ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാല് പ്ലീസ് ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ. ഓക്കെ, സോ നമ്മുടെ യൂസ് സ്റ്റേറ്റ്, സോ നമ്മുടെ ഈ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യും. ആണ് ദ ഫസ്റ്റ് വാല്യൂ കളർ ഇസ് അവർ കറണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഈ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് ആണ്. സെക്കൻഡ് വാല്യൂ എന്ന് സെറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് യൂസ് ടു അപ്ഡേറ്റ് അവർ സ്റ്റേറ്റ്. ആ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യും. സോ ഈ യൂസ് സ്റ്റേറ്റിൽ രണ്ട് വാല്യൂസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ റീഡ് സ്റ്റേറ്റ് നമ്മൾ റീഡ് ചെയ്യാൻ നോക്കുക. ഇത് നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, ഫസ്റ്റ് വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് വാല്യൂ ഇവിടെ എന്താണോ, നമ്മുടെ ഇനിഷ്യൽ വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ വരുന്നത്. ഇനി അപ്ഡേറ്റ് സ്റ്റേറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് കളർ ഇവിടെ റെഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് റെഡ് ആണ്. നമ്മൾ ഇനി സെറ്റ് കളർ വെച്ചിട്ടായിരിക്കും, അതായത് ഈ രണ്ടാമത്തെ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സെറ്റ് കളർ ഇവിടെ ബ്ലൂ എന്ന് പറഞ്ഞു കൊടുത്താൽ ബ്ലൂ ആയിരിക്കും വരുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ സെറ്റ് ടെക്സ്റ്റ് കണ്ടന്റ്, അപ്പോൾ സെറ്റ് ടെക്സ്റ്റ് കണ്ടന്റ് നമ്മളിവിടെ ബ്രാക്കറ്റിനകത്ത് ഇതൊരു സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. സോ ഫംഗ്ഷനകത്ത് നമ്മളിവിടെ ഒരു വാല്യൂ നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ ബട്ടൺ നെയിം എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ സേവ് ചെയ്ത് കൊടുത്തു. സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
കോമ്പോണൻസ് ക്ലിക്ക് ചെയ്തപ്പോൾ കോമ്പോണൻസ് വന്നു, JSX കോൾ ചെയ്തപ്പോൾ വന്നു, പ്രോപ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്സ് ക്ലിക്ക് ചെയ്ത് വന്നു. സോ ഇതിന്റെ വർക്കിംഗ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ യൂസ് സ്റ്റേറ്റിനകത്ത് നമ്മൾ 2 വാല്യൂസ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. 2 വാല്യൂസ് മിനിമം വേണം. 2 വാല്യൂസ് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് കണ്ടന്റും സെറ്റ് ടെക്സ്റ്റ് കണ്ടന്റും. ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കറണ്ട് സ്റ്റേറ്റ് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ദാറ്റ് ഈസ് യൂസ് ടു അപ്ഡേറ്റ് സ്റ്റേറ്റ്. ഓക്കെ, സോ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനെ പിടിച്ച് നമ്മൾ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഈ അപ്ഡേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഇവിടെ ടെക്സ്റ്റ് കണ്ടന്റിനോട് പറഞ്ഞു കൊടുത്തു. അത് റിയാക്ട് തന്നെ ഈ ഇൻബിൽഡ് ചെയ്ത മെത്തേഡാണ്. ഓക്കെ, അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് എല്ലാം ഈ കറണ്ട് സ്റ്റേറ്റിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ യൂസ് സ്റ്റേറ്റ് നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ യൂസ് സ്റ്റേറ്റിനെ നമ്മൾ ഏത് ടൈപ്പ് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് ആണ്, പക്ഷെ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്പേഴ്സോ ബൂളിയനോ അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് സ്റ്റേറ്റ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും. നമുക്ക് അല്ലാതെ വേറെ ഉണ്ട്, മറ്റേ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് സ്റ്റേറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു റിയാക്ട് ഹൂക്കാണ് യൂസ് സ്റ്റേറ്റ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക.